ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ വക 5 ഗ്യാരണ്ടിയാണ് 5 വമ്പൻ പ്രഖ്യാപനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അത് പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് ആ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ, ക്ഷേമ പെൻഷൻ മാസം 3000 രൂപയാക്കും, ഒരു കുടുംബത്തിന് 25 ലക്ഷം വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ്, ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. ഇതിൽ പ്രധാനമന്ത്രി മോദിയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിട്ടത്, അതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വഞ്ചിച്ചു എന്ന ആരോപണം കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ചും രാഹുൽ ഗാന്ധി പരാമർശിച്ചു. അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, വലിയ ആവേശോജ്വലമായ ഒരു സമാപനമാണ് പുതുയുഗ യാത്രയ്ക്ക്. വലിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ താൻ നൽകി കഴിഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ ഉപദേശം കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്, UDF നേതാക്കൾക്ക് നൽകുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, അതാണ് ജനങ്ങളുടെ ആഗ്രഹമെന്ന്. ആര്യ, വലിയ പരിപാടിയായിരുന്നു ഇന്ന് പുതുയാത്ര പുത്തരിക്കണ്ട മൈതാനത്ത് സമാപിക്കുമ്പോൾ 25 ദിവസങ്ങളിലായി 121 വേദികൾ കടന്നാണ് ഈ പരിപാടി ഇവിടേക്ക് എത്തുന്നത്. വലിയ ജനപങ്കാളിത്തം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. നേതാക്കളോട് ഒരുമിച്ച് നിൽക്കണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. നൃത്തം ചെയ്യാം, മോഹിനിയാട്ടമാണെങ്കിൽ അത് ആ നൃത്തം ഒരാൾക്ക് ചെയ്താൽ മതിയാകും, പക്ഷേ സംഘനൃത്തമാകുമ്പോൾ ഒരാൾ മാറി നിന്ന് ഡാൻസ് കളിക്കരുത് എന്നുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനും അധികാരത്തിൽ എത്തിക്കാനും UDF അധികാരത്തിൽ എത്തിക്കാനും തയ്യാറാണ്, പക്ഷേ നേതാക്കൾ ഒരുമിച്ച് നിൽക്കണമെന്നൊരു ഐക്യ ആഹ്വാനം കൂടി രാഹുൽ ഗാന്ധി നൽകുന്നു. അതോടൊപ്പം തന്നെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. വലിയ വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ബെന്നി ബെഹനാൻ ചേരുന്നുണ്ട്. ഇത് കേരളത്തിലെ നിങ്ങളൊക്കെ കൂടിയിരുന്ന മാനിഫെസ്റ്റോ കമ്മിറ്റി തീരുമാനിച്ചതാണോ അതോ രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളാണ്? അല്ല, മാനിഫെസ്റ്റോ സ്വാഭാവികമായും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ടാകും. ഇന്നത്തെ പ്രഖ്യാപനം UDF മാനിഫെസ്റ്റോ ഏത് രീതിയിലാണ് പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പുതുയുഗ യാത്രയുടെ സമാപനം കേരളത്തിൻ്റെ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പുതിയ യുഗത്തിന് അനിവാര്യമായ ആവശ്യമായ എല്ലാ ക്രിയാത്മകമായ പരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ, അതാണ് മാനിഫെസ്റ്റോ. ഇന്നിവിടെ ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് നമുക്കറിയാം, ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. ആ പ്രഖ്യാപനം പോലെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ നീക്കങ്ങളും പ്രകടന പത്രികകളും നയപരിപാടികളും എല്ലാം ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഉൾക്കാമ്പ്, അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുണ്ടായിരിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ് ഇതിൽ ആദ്യത്തെ പ്രഖ്യാപനമായി വന്നത്. ഈ KSRTC ഒക്കെ ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്ന് ഉടൻ തന്നെ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ KSRTC പ്രതിസന്ധിയിലാണ്, അപ്പോൾ പിന്നെ എങ്ങനെയാണ് സൗജന്യ യാത്ര കൂടി അനുവദിക്കാൻ കഴിയുകയെന്നാണ്. അപ്പോൾ എവിടെ നിന്ന് പണം കണ്ടെത്തും? സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ KSRTCക്ക് എന്ത് നഷ്ടമില്ലാത്ത രീതിയിൽ ആ സൗജന്യ യാത്ര ക്രമപ്പെടുത്തണമെങ്കിൽ സർക്കാരിന് അസിസ്റ്റൻസ് അല്ല വേണ്ടത്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതൊരു ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായി ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ ആശയം നടപ്പാക്കാൻ വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കുമെന്ന് നിർബന്ധമുള്ള കാര്യങ്ങളാണ്. ക്ഷേമപെൻഷൻ അടക്കമുള്ള മറ്റു വലിയ പ്രഖ്യാപനങ്ങളുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് കേരളത്തിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഏതെങ്കിലും ഒരു പരിപാടി പ്രഖ്യാപിച്ചാൽ അതിന് പേരിടാൻ പറ്റുന്ന അനുയോജ്യനായ ഏക വ്യക്തി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ പേരിൽ പ്രകടന പത്രികയിൽ പ്രഖ്യാപനം നടത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അതുകൊണ്ട് നിർവഹിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ ബെന്നിച്ചനോട് ചോദിച്ചാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടോ, ഇത്തരത്തിലുള്ള സൂചനകളുണ്ടോ എന്ന്. പക്ഷേ എല്ലാം രഹസ്യമാക്കി വെച്ചു. അതെന്ത് പറ്റി ഇങ്ങനെ ഒരു സസ്പെൻസ് ഇടാൻ? ഞാൻ പറയുന്നത് പ്രകടന പത്രികയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്തല്ലേ പറയേണ്ടത്. ഇന്നത്തെ പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനം. ഇതുപോലെ തന്നെ പല വിസ്മയങ്ങളും പല അത്ഭുതങ്ങളും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടാകും. ഇത് പ്രകടന പത്രികയുടെ ഒരു സാമ്പിളാണ് എന്നുള്ളതാണ് മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാൻ ബെന്നി ബെഹനാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു.